10% കുട്ടികൾ രണ്ടിലും ജയിച്ചു. 40% ചായ കുടിക്കും, 60% കാപ്പി കുടിക്കും. 22 വന്ന ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ചോദ്യമാണ്. ഒരു ഗ്രാമത്തിലെ 60% ആളുകൾ ചായ കുടിക്കുന്നവരാണ്, 45% ആളുകൾ കാപ്പി കുടിക്കുന്നവരാണ്. എന്നാൽ 20% ആളുകൾ ചായയും കാപ്പിയും കുടിക്കാത്തവരാണ്. എങ്കിൽ ചായയും കാപ്പിയും രണ്ടും കുടിക്കുന്നവർ എത്ര ശതമാനം ആളുകളുണ്ട്? ഇനി ഞാൻ വേറൊരു ചോദ്യം പറയാം. ഒരു സ്കൂളിൽ 517 കുട്ടികളുണ്ട്. അതിൽ 311 കുട്ടികൾ മലയാളത്തിന് ജയിച്ചു, 295 കുട്ടികൾ കണക്കിന് ജയിച്ചു, ഒരു 110 കുട്ടികൾ രണ്ടിനും ജയിച്ചു. എങ്കിൽ രണ്ടിനും തോറ്റവർ എത്ര കുട്ടികളാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് മാത്രമല്ല, മത്സര പരീക്ഷകൾക്ക് സീരിയസ് ആയി അപ്രോച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ളതായിരിക്കും. നമ്മൾ ഇന്ന് ഇതിനൊരു കൺസെപ്റ്റ് പഠിക്കും. വെൻ ഡയഗ്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, ഒരു പൊളി കൺസെപ്റ്റ് ആണത്. ആ കൺസെപ്റ്റ് നല്ലവണ്ണം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ചോദ്യങ്ങളും ഈ ചോദ്യവുമായി റിലേറ്റ് ചെയ്തിട്ട് എങ്ങനൊക്കെ ചോദ്യം തിരിച്ചും മറിച്ചും ഒക്കെ വന്നാലും നമ്മൾ നിഷ്പ്രയാസം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും പ്രിക്ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ എന്നും പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ പ്രിക്ടേണിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന പല പരീക്ഷകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ടെലിഗ്രാം ചാനലിലൂടെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചോദ്യങ്ങളായിട്ടും മോഡൽ എക്സാമുകളൊക്കെ ആയിട്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെയും ആ ടെലിഗ്രാം ചാനലിൽ ഇല്ല എങ്കിൽ ട്രിക്ടേൺ എന്ന് ടെലിഗ്രാമിൽ നിങ്ങൾക്കറിയാം, മോളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN. നിങ്ങൾക്ക് ആ ചാനൽ ആക്സസ് ചെയ്യാം. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്, അതുവഴിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്. ഒരു ഗ്രാമത്തില് 65% പേർക്ക് കാറുണ്ട്, 30% പേർക്ക് ബൈക്കുണ്ട്, 20% പേർക്ക് കാറും ബൈക്കും ഇല്ല. എങ്കിൽ ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരേ ഒരു ചോദ്യം, കാറും ബൈക്കും ഉള്ളവർ എത്ര ശതമാനം എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വരച്ച് കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കി ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് എൻ്റെ ഒപ്പം വരയ്ക്കുക, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതായത് ഒരു ചതുരം അല്ലെ ഒരു സമചതുരം ആയാലും കുഴപ്പമില്ല. ഇതാണ് ഈ ഗ്രാമം എന്നിരിക്കട്ടെ. ഈ ഗ്രാമത്തിലെ മൊത്തം ഇതാണെന്നിരിക്കട്ടെ. ഈ ഗ്രാമത്തിലെ മൊത്തം 100%. കാര്യം പെർസെൻറ്റേജിൻ്റെ അകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമം മുഴുവൻ മാർക്ക് മൊത്തം 100%. ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾ 100% എന്നിരിക്കട്ടെ. ഓക്കെ, ഇനി എന്തോ പറയുന്നത്, 65% പേർക്ക് കാറുണ്ട്. അപ്പോൾ ഒരു വട്ടം വരച്ച് 65% പേർക്ക് കാറുണ്ട്. ഇതാണ് കാറുള്ളവർ. ഇനി 30% പേർക്ക് ബൈക്കുണ്ട്. അപ്പൊ ബൈക്കുള്ളവർ വേറൊരു വട്ടത്തിൻ്റെ അകത്ത് 30%. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ രണ്ടും കൂടെ ചേർന്ന് വരച്ചിട്ടുണ്ട്. രണ്ടും കൂടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുക, എന്തിനാ രണ്ടും കൂടെ ചേർത്ത് വരച്ചേ? കാറുള്ള കുറച്ച് പേർക്ക് ബൈക്കുണ്ടാവും, ബൈക്കുള്ള കുറച്ച് പേർക്ക് കാറും ഉണ്ടാവും. രണ്ടും ഉള്ളവർ എന്തായാലും ഉണ്ടാവും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രണ്ടും ഉള്ളവരെ സൂചിപ്പിക്കാനായിട്ട് കുറച്ച് ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ കയറ്റി വരച്ചു. ഓക്കെ ആണ്. ഇനി 20% പേർക്ക് കാറും ബൈക്കും ഇല്ല. അപ്പോൾ 20% പേര് ഈ രണ്ടു വട്ടത്തിലും ഇല്ല. അവർക്ക് കാറും ഇല്ല, ബൈക്കും ഇല്ല. പക്ഷെ അവർ ഈ ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാണ്, ഈ 100ൻ്റെ അകത്തിൽ പെടുന്നവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഇതിനകത്ത് തന്നെ വരുന്നവരാ. പക്ഷെ കാറില്ലാത്തവരുവാ, ബൈക്ക് ഇല്ലാത്തവരുവാ. അതുകൊണ്ട്
വട്ടത്തിലൊന്നുമില്ല, ഇവിടെ എവിടെയെങ്കിലും മാറ്റി എഴുതി. ഇത്രയും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓക്കെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ പറയും, ശ്രദ്ധിക്കുക മക്കളെ. ഇതാണ് ആ ഗ്രാമം എന്നിരിക്കട്ടെ. ഗ്രാമം മുഴുവൻ 100%. അതില് മക്കളെ 65% പേർക്ക് കാറുണ്ട്, 30% പേർക്ക് ബൈക്കുണ്ട്. കാറും ബൈക്കും ഉള്ളവർ കുറച്ച് പേരുണ്ട്, അവർ നമുക്കറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ചേർത്ത് വരച്ചു. ഇനി 20% പേർക്ക് കാറും ഇല്ല, ബൈക്കും ഇല്ല. അപ്പൊ സ്വാഭാവികമായും ഇവിടുന്ന് വരുന്ന ചോദ്യം ഉറപ്പായിട്ടും എന്തുവാ? കാറും ബൈക്കുമുള്ളവർ എത്ര? അതായത് കോമണായി വന്ന ഈ രണ്ടിൻ്റെ അകത്തും വരുന്നവർ എത്ര? കാറും ബൈക്കുമുള്ളവർ എത്ര? ഞാൻ ഈ രണ്ടിൻ്റെ അകത്തും വന്നതുകൊണ്ട് ഈ കോമണായി വന്നവനെ സി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഈ കോമണായി വന്നവനെ എക്സ് എന്ന് വിളിക്കാം. എക്സ് എന്ന് നിങ്ങളുടെ സൗകര്യം. നമുക്ക് ഈ കാറും ബൈക്കും ഉള്ളവരെയാണ് വേണ്ടിയത്. കാറും ബൈക്കും ഉള്ളവരെയാണ് വേണ്ടിയത്. ഓക്കെ, ഇനി ഇതെങ്ങനെ കാണും? ഇനിയാണ് ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക. കാറുള്ള 65%, കേട്ടോണം, ബൈക്കുള്ള 35%, രണ്ടുമില്ലാത്ത പറ 20% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വന്ന എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഓവറോൾ 100% എന്ന് കിട്ടും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് എന്നോടൊപ്പം തന്നെ ഒന്നുകൂടെ എഴുതണം. ഇതിന്റെ എല്ലാ ചോദ്യവും ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ്. ഒന്നുകൂടെ, കാറുള്ള 65%, പിന്നെ ബൈക്കുള്ള 30%, പിന്നെ രണ്ടുമില്ലാത്ത 20% കൂടെ കൂട്ടിയിട്ട് കാറുള്ള 65%, ബൈക്കുള്ള 30%, രണ്ടുമില്ലാത്ത 20% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വന്ന രണ്ടിടത്തും വന്ന എക്സ് കുറയ്ക്കുമ്പോൾ, രണ്ടുമുള്ള എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടണം. അപ്പൊ കുറച്ച് പേരുടെ മനസ്സിലാലോചിക്കും, എടാ അതെങ്ങനെയാ ശരിയാവുന്നേ? കാറും ബൈക്കും രണ്ടും ഇല്ലാത്തവരെ കൂടെ കൂട്ടി 65, 30, 20 കൂടെ കൂട്ടിയ 100 വരത്തില്ലേ? ഈ കുറച്ചതിന്റെ സെറ്റപ്പ് എന്തുവാ? ഇത് കുറെ പേരുടെ മനസ്സിലുണ്ടാവും. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാറുള്ള 65%-ലും ബൈക്കുള്ളവര് പെടുന്നുണ്ട്, ബൈക്കുള്ള 30-ലും കാറുള്ളവര് പെടുന്നുണ്ട്. കുറച്ചു പേര് അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. കുറച്ചു പേര് കോമണായി വന്നിട്ടുണ്ട്. അവിടുത്തെ എണ്ണുമ്പോഴും ഇവന്മാര് വന്നിട്ടുണ്ട്, ഇവിടുത്തെ എണ്ണുമ്പോഴും അവന്മാര് വന്നിട്ടുണ്ട്. കാര്യം അവന്മാർക്ക് രണ്ടും ഉണ്ട്. അപ്പൊ ഈ 65-ഉം 30-ഉം നമ്മൾ എടുത്തപ്പോ യവന്മാരെ, ഈ രണ്ടിടത്തും ഉള്ളവന്മാരെ 2 പ്രാവശ്യം നമ്മൾ എണ്ണിയിട്ടുണ്ട്. ഈ 65-ലും അവന്മാരുണ്ട്, 30-ലും ഉണ്ട് ബൈക്കും കാറും ഉള്ളവന്മാര്. നമുക്ക് 1 പ്രാവശ്യം മതി. ഈ കോമണായി വന്നവർ അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, കുമ്പിടികളാ. അവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, അവിടെയുണ്ട്, ഇവിടെ ഉണ്ട്. നമുക്ക് 1 പ്രാവശ്യം മതി. അതുകൊണ്ടാണ് ഈ കോമണായി വന്നവരെ കുറയ്ക്കണം, എന്നാലേ 100 കിട്ടൂ എന്ന് പറയുന്നതിന്റെ കാര്യം. ക്ലിയർ ആയോ? ബൈക്കുള്ള 65-ലും ഉണ്ട് അവന്മാര്, സോറി കാറുള്ള 65-ലും ഉണ്ട് 30, 30-ഉള്ള ബൈക്കുള്ളവന്മാരിലും ഉണ്ട് 60. ഈ കോമണായി വന്ന രണ്ടും ഉള്ളവന്മാർ അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. അതുകൊണ്ടാണ് അവന്മാരെ കുറയ്ക്കുന്നതിന് പിന്നിലുള്ള ലോജിക്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറ. മുഴുവൻ 100. കാറുള്ള 65%-വും ബൈക്കുള്ള 20%-വും, സോറി ബൈക്കുള്ള 30%-വും രണ്ടുമില്ലാത്ത 20% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വന്ന രണ്ടുമുള്ള എക്സ് കുറയ്ക്കുമ്പോ, രണ്ടിടത്തുമുള്ള എക്സ് കുറയ്ക്കുമ്പോ നമുക്ക് 100 കിട്ടണം. പറ. 65-ഉം 30-ഉം 95, 95-ഉം 20-ഉം 115. 115-ൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോ 100 കിട്ടും. ഇനി അത്യാവശ്യം ചിന്തിക്കുന്നവരാണ്, ഇനി ഇത് ബാക്കി ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. എന്തുകൊണ്ടാ? നമുക്കെല്ലാവർക്കും അറിയാം,
115 നിന്ന് എന്തൊരു കുറയ്ക്കുമ്പോൾ 100 ആവും. 115 നിന്ന് 15 കുറയ്ക്കുമ്പോഴാണ് 100. അപ്പൊ എക്സിന്റെ വില 15. എക്സ് എന്ന് പറഞ്ഞ രണ്ടിടത്തും ഉള്ളവന്മാർ രണ്ടും കാറും ബൈക്കും ഉള്ളവന്മാർ 15% സി. ഇനി ഇവിടുന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലയോ? നേരെ ഈ -x ഇവിടെ നിർത്തുന്നു. അപ്പുറത്തൊരു 100 ഉണ്ട്. ഈ 115 അവിടെ പോയി മൈനസ് ആവും. കാര്യം പ്ലസ് അവിടെ പോകും മൈനസ്. -x സമം -15. ചെറുതിന്നല്ലേ വലുത് പോകുന്നേ. രണ്ട് സൈഡും മൈനസ് പോയി. എക്സിന്റെ വില, അതായത് രണ്ടിടത്തും ഉള്ളവർ 15% എന്ന് നമുക്ക് മനസ്സിലാവും. സിമ്പിൾ. അപ്പൊ ഒരു വട്ടം കൂടെ ഈ ഒരു സാധനവും ഈ ഒരു കൺസെപ്റ്റും പടയെന്ന് പിടിക്കും. എന്നിട്ട് ഇതിന്റെ എല്ലാ വെറൈറ്റീസും നമ്മൾ ചെയ്യും. ഓക്കെ മക്കളെ, കാറുള്ളവർ നമ്മളോട് പറയുന്നു 65%. ബൈക്കുള്ളവർ നമ്മളോട് പറയുന്നു 30%. രണ്ടുമില്ലാത്തവർ നമ്മളോട് പറയുന്നു 20. നമുക്ക് രണ്ടുമുള്ള രണ്ടിടത്തും വരുന്നവന്മാരെ കാണണം. അവരെ അറിയാത്തത് കൊണ്ട് നമ്മൾ അവിടെ എക്സ് എന്ന് കൊടുക്കും. ഈ ഗ്രാമം മൊത്തം 100%. ഇനി അതിന്റെ കൺസെപ്റ്റ് എഴുതൂ. കാറുള്ള 65%, ബൈക്കുള്ള 30%, രണ്ടുമില്ലാത്ത 20% കൂടെ കൂട്ടുമ്പോ 100 കിട്ടുമെന്ന് പറയരുത്. ഇത് 3 കൂടെ കൂട്ടിയിട്ട് രണ്ടിടത്തും വരുന്ന രണ്ടുമുള്ള എക്സ് കുറയ്ക്കുമ്പോ 100 കിട്ടും. ഈ കോമൺ എപ്പോഴും കുറയ്ക്കണം, എന്നാലേ ഫുള്ള് കിട്ടും. ഇതെല്ലോടെ കൂട്ടിയ 115 - x ആണ് 100. ഇനി സിമ്പിൾ ലോജിക്ക് പ്രകാരം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 115 എന്തൊരു കുറയ്ക്കുമ്പോ 100, 15 കുറയ്ക്കുമ്പോ 100 വരും. അപ്പൊ എക്സ് രണ്ടുമുള്ളവർ 15% സി. അടുത്ത ചോദ്യത്തിലോട്ട് ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്ലാസ്സിലെ 65% കുട്ടികൾ കണക്കിന് വിജയിച്ചു. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ദയവ് വരയ്ക്കുന്നു. ആ ക്ലാസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ 100%. ആ ക്ലാസ്സിലെ 60% കുട്ടികൾ കണക്കിന് വിജയിച്ചു, മാത്സ്. ഇനി 40% കുട്ടികൾ സയൻസിന് വിജയിച്ചു, യെസ്. ഓക്കെ, ഇനി ചേർത്ത് വരച്ചതിന്റെ കാര്യം, കണക്കിന് വിജയിച്ച കുറെ പേര് സയൻസിനും വിജയിച്ചിട്ടുണ്ട്, സയൻസിന് വിജയിച്ച കുറെ പേര് മാത്സിനും ഉണ്ട്. അതുകൊണ്ട് രണ്ടും കൂടെ ചേർത്ത് വരച്ചു. ഇനി 20% കുട്ടികൾ രണ്ടിലും തോറ്റു. ആ ക്ലാസ്സിൽ തന്നെ ഉള്ളവരാണ്, പക്ഷെ കണക്കിലും വന്നിട്ടില്ല, സയൻസിലും വന്നിട്ടില്ല. അതുകൊണ്ട് സർക്കിളിലില്ല, വെളിയിൽ 20%. ഇനി നമുക്ക് രണ്ടിലും ജയിച്ചവർ എത്ര? രണ്ടിലും ജയിച്ചവരെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. നിങ്ങൾക്ക് കോമൺ ആയി വന്നുകൊണ്ട് സി എന്ന് വിളിക്കാം, എ എന്ന് വിളിക്കാം, നിങ്ങളുടെ സൗകര്യം. എന്ത് വേണേലും വിളിക്കാം. കൺസെപ്റ്റ് മക്കളെ ശ്രദ്ധിക്കുക. കണക്കിന് ജയിച്ച 60%, സയൻസിന് ജയിച്ച 40%, പിന്നെ രണ്ടിനും ജയിച്ച 20% കൂടെ കൂട്ടിയിട്ട് കോമണായി വരുന്ന എക്സ് കുറയ്ക്കുമ്പോ 100%. എക്സാ കാണണ്ടേ? കോമൺ മീൻസ് അവിടെയും ജയിച്ചു, ഇവിടെ രണ്ടിനും ജയിച്ചവർ. ഒന്നുകൂടെ കണക്കിന്റെ 60, സയൻസിന്റെ 40, പിന്നെ രണ്ടിനും ജയിച്ച 100 രണ്ടിനും തോറ്റ 100 ചേർത്തിട്ട് കോമണായി വന്ന എക്സ് കുറയ്ക്കുന്നതിന്റെ കാര്യം, അവൻ അവിടെയുമുണ്ട് ഇവിടെയുണ്ട്, 2 പ്രാവശ്യം എണ്ണണ്ട. കോമണായി വന്ന എക്സ് കുറയ്ക്കുമ്പോൾ 100 കിട്ടും. 60, 40, 100, 100, 20, 120 - x ആണ് 100. ഇനി നിങ്ങളുടെ സിമ്പിൾ ലോജിക് ഒന്ന് ആലോചിക്ക്. 120 എന്തോ കുറയ്ക്കുമ്പോൾ 100 ആവും. എനിക്കറിയാതെ 20, 120. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 20 വരണം. എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനും രണ്ടിനും ജയിച്ചവർ. കോമണായി 20 സെറ്റാണ്, ഓപ്ഷൻ എ. നീ അതല്ല, ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. -x = 100 - 120 - x എന്ന് പറഞ്ഞാൽ -20. എക്സിന്റെ വില 20 ആണ് എന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇത് പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജിന് പകരം ഒരു നമ്പറാണ്. കണ്ടു പേടിക്കണ്ട. സെയിം. ഒരു ക്ലാസ്സിലെ
50 കുട്ടികളിൽ 30 പേർ സിനിമ കാണുന്നവരാണ്, 20 പേർ സീരിയൽ കാണുന്നവരാണ്, എന്നാൽ 4 പേർ രണ്ടും കാണാറില്ല. സിനിമയും സീരിയലും കാണുന്നവർ എത്ര പേർ എന്നതാണ് ചോദ്യം. മക്കളെ, ഇവിടെ പേഴ്സൻറ്റേജിലല്ല ചോദ്യം, കൃത്യം ഒരു നമ്പർ പറഞ്ഞു. മക്കളെ, ഇതാണ് ആ ക്ലാസ് എന്നിരിക്കട്ടെ. ആ ക്ലാസ് മുഴുവൻ പേഴ്സൻറ്റേജിൽ പറഞ്ഞാൽ ആ ക്ലാസ് മുഴുവൻ 100%. ഇനി പേഴ്സൻറ്റേജിന് പകരം ഒരു സംഖ്യയാണ് പറയുന്നതെങ്കിൽ പേടിക്കണ്ട, ആ ക്ലാസ് മുഴുവൻ 50. അപ്പൊ ഈ റെക്റ്റാങ്കിൾ മുഴുവൻ 50. അതായത് ശതമാനത്തിൽ വരുമ്പോൾ മൊത്തം എന്ന് പറഞ്ഞാൽ 100%. ഇനി നമ്പർ പറയുമ്പോൾ മൊത്തം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന് കൃത്യമായ നമ്പർ പറയാം, 50 പേരുണ്ടെന്ന്. മനസ്സിലായോ? ഇനി നമ്പർ ഇല്ല, ശതമാനത്തിൽ പറയുവാണ് മുഴുവൻ 100%. ഇനി ഇവിടെ ശതമാനമല്ല, കൃത്യമായ എണ്ണം പറയുന്നുണ്ട്. ആ ക്ലാസ് മുഴുവൻ 50, മുഴുവൻ 50, മുഴുവൻ 50. ഇനിയും ശതമാനത്തിലാണ് മുഴുവൻ, നമുക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും 100% എന്ന് എഴുതാം. ഇവിടെ ആ ക്ലാസിന്റെ എണ്ണം കൃത്യമുണ്ട് 50. ഇനി എന്തോ 30 പേർ സിനിമ കാണുന്നവരാണ്. അപ്പൊ 30 പേർ സിനിമ കാണും. ഇനി 20 പേർ സീരിയല് കാണുന്നവരാണ്. അപ്പൊ 20 പേർ സീരിയല് കാണും. രണ്ടിൻ്റെ അകത്തും സിനിമയും സീരിയലും കാണുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് ആ രണ്ടും കൂടെ ചേർത്ത് കുറച്ച് പോഷൻ വരച്ച്. ഇനി 4 പേർ രണ്ടും കാണൂല, സിനിമയും ഇല്ല സീരിയലും ഇല്ല, പക്ഷെ ആ ക്ലാസ്സിലുള്ളവരെ 50ൻ്റെ അകത്ത് വരും. ഓക്കെ, നമ്മളോട് എന്തുവാ ഇവിടെ ഇനി ഒന്നേ ഉള്ളൂ, സിനിമയും സീരിയലും കാണുന്നവർ, രണ്ടിൻ്റെ അകത്തും വരുന്നവർ. രണ്ടിൻ്റെ അകത്തും വരുന്നവരെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇനി അതിന്റെ കൺസെപ്റ്റ് പറ. മുഴുവൻ 50. സിനിമ കാണുന്ന 30ഉം സീരിയല് കാണുന്ന 20ഉം രണ്ടും കാണാത്ത 4 കൂട്ടിയിട്ട് ഈ കോമണായി വരുന്ന, അതായത് രണ്ടിടത്തും വരുന്ന, സിനിമയ്ക്കകത്തും സീരിയലിൻ്റെ അകത്തും വരുന്ന ഈ എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായ ഒരെണ്ണം ഉണ്ട്, 50 കിട്ടും. പേഴ്സൻറ്റേജിലായിരുന്നെങ്കിൽ 100 കിട്ടുമെന്ന് പറഞ്ഞേനെ. ഇവിടെ കറക്റ്റ് ഒരെണ്ണം ഉണ്ട്, ആ ക്ലാസ്സിൽ 50 പേരാ. സിനിമ കാണുന്ന 30ഉം സീരിയല് കാണുന്ന 20ഉം രണ്ടും കാണാത്ത 4 കൂട്ടിയിട്ട് രണ്ടിടത്തും വന്നവരെ എപ്പോഴും കുറയ്ക്കണം, കോമൺ. എന്തുകൊണ്ടാ? അവര് സീരിയലിലും ഉണ്ട് സിനിമയിലും ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്. രണ്ടിടത്തും വന്ന എക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടും. പേഴ്സൻറ്റേജിലാണ് ആകെ 100. ഇവിടെ കൃത്യമായ ഒരെണ്ണം ഉണ്ട്, 50. ഇനി പറ, 30ഉം 20ഉം 50, 50ഉം 4ഉം 54. 54ൽ നിന്ന് എക്സ് പോയാൽ 50 വരും. ഇനി സിമ്പിൾ ലോജിക് ആലോചിച്ച് നോക്ക്. 54ൽ നിന്ന് എന്തൊരോ ഒരു കുന്തം പോയാൽ 50 ആവും. 54ൽ നിന്ന് 4 പോയാലാണ് 50. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 4 വരണം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിടത്തുമുള്ള സിനിമയും സീരിയലും കാണുന്നവർ 4, ഓപ്ഷൻ ബി. ഇനി ഇങ്ങനൊന്നും പോവാതെ അപ്പുറത്ത് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 54. അപ്പൊ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു -4. 2 മൈനസ് ക്യാൻസൽ, എക്സിന്റെ വില 4. ഇങ്ങനൊക്കെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഈ ചോദ്യം ഒരു ഇച്ചിരി ഡിഫറെന്റ് ആയിരുന്നു. എന്തുവാ? പേഴ്സൻറ്റേജിന് പകരം ഒരു എണ്ണമാണ്. പേഴ്സൻറ്റേജ് ആണ് മൊത്തം നമുക്ക് 100 കിട്ടണം. എണ്ണത്തിന്റെ സ്ഥാനത്ത് എല്ലാം കൂടെ എടുക്കുമ്പോൾ മൊത്തം ആകെ ആ എണ്ണം കിട്ടണം. ആകെ ആ എണ്ണം 50 കിട്ടണം. ക്ലിയർ അല്ലേ? ഐഡിയ ഒക്കെ സെയിം അല്ലേ? കൺസെപ്റ്റ് ഒക്കെ സെയിം അല്ലേ? അങ്ങനെയാണ് അടുത്ത ഡിഫറെന്റ് ആയ ഒരു ചോദ്യം. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിന് ജയിച്ചു, 30% കുട്ടികൾ മലയാളത്തിന് ജയിച്ചു, 10% കുട്ടികൾ 2ലും ജയിച്ചു. എങ്കിൽ 2നും തോറ്റവർ എത്ര ശതമാനം കുട്ടികൾ? ചോദ്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഐഡിയ ഒക്കെ അത് തന്നെ. ഇതാണ് ആ ക്ലാസ്. പേഴ്സൻറ്റേജിൽ പറഞ്ഞത് കൊണ്ട് ആ ക്ലാസ് മുഴുവൻ 100%. ഇനി ആ ക്ലാസ്സിൽ കേട്ടോണം, 40% കുട്ടികൾ കണക്കിന് ജയിച്ചു. ഇനിയും പറ, 30% കുട്ടികൾ
മലയാളത്തിന് ജയിച്ചു. മലയാളത്തിന്. ഇനി രണ്ടൂടെ ചേർത്ത് വരച്ചതിന്റെ കാര്യം, രണ്ടിലും ജയിച്ചവർ എന്തായാലും ഉണ്ടാവും. ഇനി എന്താ പറയുന്നേ? 10% കുട്ടികൾ രണ്ടിലും ജയിച്ചു. അപ്പൊ രണ്ടൂടെ ചേർത്ത് വന്നത് 10. ചോദ്യം ഡിഫറെന്റ് ആയി, കണ്ടോ? അപ്പൊ 10% പിള്ളേര് രണ്ടിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്, മാത്സിലും ഉണ്ട്. ഇപ്പൊ രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് രണ്ടിലും കോമൺ ആയി ഉണ്ട്. ഇനി രണ്ടിനും തോറ്റവർ എത്ര? രണ്ടിനും തോറ്റവരെയാണ് കാണേണ്ടി. രണ്ടിനും തോറ്റവർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്ലാസിൻ്റെ അകത്താ, പക്ഷെ സർക്കിളിൽ വരുന്നില്ല, വട്ടത്തിൽ വരുന്നില്ല, കാര്യം ഇത് ജയിച്ചവരാ. രണ്ടിനും തോറ്റവരെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഓക്കെ, ഒന്നുകൂടെ മക്കളെ. 100% പിള്ളേരും മൊത്തം 100%, അതിൽ 40% കണക്കിന് ജയിച്ചു. പിന്നെ 30% മലയാളത്തിന് ജയിച്ചു. ഇനി 10% രണ്ടിൻ്റെ അകത്തും വന്നു. നമുക്ക് രണ്ടിലും തോറ്റ വട്ടത്തിന് വെളിയിൽ നിൽക്കുന്നവരെ കാണണം, അവരെ ഞാൻ ഇവിടെ എക്സ് എന്ന് വിളിച്ചു. നിങ്ങൾക്ക് സൗകര്യമുള്ളവരിട്ട് വിളിക്കും. നീ കൺസെപ്റ്റ് പറ. കണക്കിന് ജയിച്ച 40%, മലയാളത്തിന് ജയിച്ച 30%, ഇനിയും രണ്ടിനും ജയിച്ച എക്സ് ശതമാനം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, 100 എഴുതിയാൽ മതി, കുഴപ്പമില്ല. X% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വന്ന 10% കുറയ്ക്കുമ്പോൾ നമുക്ക് 100% വരും. കാര്യം ഈ കോമൺ എന്ന് പറയുന്ന സാധനം അവിടെയുമുണ്ട് ഇവിടെയുണ്ട്. ഇതുണ്ട് ഈ സാധനം, അവരെ എപ്പോഴും കുറയ്ക്കണം. ഒന്നുകൂടെ, കണക്കിന് ജയിച്ച 40%, മലയാളത്തിന് ജയിച്ച 30%, രണ്ടിനും തോറ്റ X% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വന്ന രണ്ടിടത്തുമുള്ള രണ്ടിനും ജയിച്ച 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടണം. ഇനി ഒന്ന് സോൾവ് ചെയ്തേ. 40, 30, 70. 70-ൽ നിന്ന് 10 പോയ 60. 60 പ്ലസ് X ആണ് 100. ഇനി നിങ്ങളുടെ സിമ്പിൾ ലോജിക് ഒന്ന് ആലോചിച്ചേ. 60-ന്റെ കൂടെ എന്തോ കൂട്ടുമ്പോൾ 100 വരും. 60-ന്റെ കൂടെ 40 കൂട്ടിയാൽ ആ 100 എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 40 വരും. എന്താ എക്സ്? രണ്ടിലും തോറ്റവരാണ് എക്സ്. രണ്ടിലും തോറ്റവർ, വെളിയിൽ നിൽക്കുന്ന എക്സ്, രണ്ടിലും തോറ്റവർ. നമുക്ക് പറയാം 40%. ഒന്നൂടെ. ഇതാണ് ആ ക്ലാസ്. ആ ക്ലാസ്സിൽ 40% കുട്ടികൾ കണക്കിന് ജയിച്ചു. 30% കുട്ടികൾ മലയാളത്തിന് ജയിച്ചു. 10% കുട്ടികൾ രണ്ടിലും ജയിച്ചു. രണ്ടിനും തോറ്റവർ വെളിയിൽ, വട്ടത്തിന് വെളിയിൽ എക്സ്. ഇത് കണ്ടുപിടിക്കണം. നമുക്കറിയാം മുഴുവൻ 100. മക്കളെ, മാത്സിന് ജയിച്ച 40-ഉം മലയാളത്തിന് ജയിച്ച 30-ഉം രണ്ടിനും തോറ്റ എക്സ് കൂടെ കൂട്ടിയിട്ട് എപ്പോഴും കോമൺ കുറയ്ക്കാനാ. രണ്ടിടത്തും വന്ന്, അവിടെയുണ്ട് ഇവിടെയുണ്ട്, രണ്ടിടത്തും വന്ന 10 കുറയ്ക്കുമ്പോൾ നമുക്ക് 100 കിട്ടും. 40-ഉം 30-ഉം 70-ആണ്. 70-ൽ നിന്ന് 10 പോയ 60-ആണ്. 60 പ്ലസ് എക്സ് സമം 100. അങ്ങനെയാണ് എക്സിന്റെ വില കാണാൻ. ഈ 60-നെ അങ്ങോട്ട് പോയാൽ മതി. 100 മൈനസ് 60 40. ഇത്രയൊന്നും സ്റ്റെപ്പ് എഴുതണ്ട. ഇവിടെ ആവുമ്പോ തന്നെ നമ്മൾ ചിന്തിക്കണം 60-ഉം എന്തൊരു ഒരു സാധനം കൂടെ 100. 60, 40, 100. 40 ഓപ്ഷനെ. അടുത്ത ചോദ്യം 2022-ൽ വന്ന ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇൻ എ വില്ലേജ് 50% ഓഫ് ദ പീപ്പിൾ ഹാവ് ഹക്കാർ. അതായത് ഒരു വില്ലേജിൽ 50% ആളുകൾക്ക് കാറുണ്ട്. ആ വില്ലേജ് മുഴുവൻ 100%ആണെന്നിരിക്കട്ടെ. അതിൽ 50% ആളുകൾക്ക് കാറുണ്ട്. 30% ഹാവ് 2 വീലർ. 30% ആളുകൾക്ക് ബൈക്ക്, 2 വീലർ ഉണ്ട്. 2 വീലർ, ബൈക്ക്, 2 വീലർ എന്ത് വേണം എഴുതാൻ, 2 വീലർ ഉണ്ട്. ഇനിയും 15% ഹാവ് ബോത്ത് കാർ ആൻഡ് 2 വീലർ. രണ്ടും ഉള്ളവർ, അതായത് കാറിൻ്റെ അകത്തും ഉണ്ട് അവര്, 2 വീലറിലും ഉണ്ട്. രണ്ടിലും ഉള്ളവർ 15%. 15% ഞാൻ ചെറുതാക്കി എഴുതിയേക്കുന്ന ഓർത്തോണം. 15% രണ്ടിലും. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി പീപ്പിൾ ഇൻ ദ വില്ലേജ്
ഹാസ് നെയ്തർ കാർ നോർ ടു വീലർ. ഇനി ഇവിടെ നിന്ന് ഇതേ വരാനുള്ളൂ. കാറും ഇല്ലാത്ത ടു വീലറും ഇല്ലാത്ത എത്ര പേർ? ഈ വില്ലേജിൽ തന്നെ വരണം. കാറും ഇല്ല, ടു വീലറും ഇല്ല, വട്ടത്തിൻ്റെ അകത്തൊന്നും വരുന്നില്ല. കാറും ടു വീലറും ഇല്ലാത്തവരെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. ഇനി കാറുള്ള 50%, ടു വീലറുള്ള 30%, ഇനി രണ്ടുമില്ലാത്ത എക്സും കൂടെ കൂട്ടിയിട്ട്, എക്സ് ശതമാനോടെ കൂട്ടിയിട്ട് ഈ കോമൺ കാറിൻ്റെ അകത്തുണ്ട് ബൈക്കിൻ്റെ അകത്തുണ്ട് രണ്ടിടത്തും വന്ന 15 കുറയ്ക്കുമ്പോ നമുക്ക് 100% കിട്ടണം. എല്ലാം പെർസെൻറ്റേജാ, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാര്യം എല്ലാം പെർസെൻറ്റേജ്. ഒന്നുകൂടെ, കാറുള്ള 50%, ബൈക്കുള്ള 30%, ഇനി രണ്ടുമില്ലാത്ത എക്സ് ശതമാനോടെ കൂട്ടിയിട്ട് ഈ കോമണായി വന്ന 15% കുറയ്ക്കുമ്പോൾ നമുക്ക് ആകെ 100% വരണം. ഇനി 50%, 30%, 80%. 80%-ത്തിൽ നിന്ന് 15% പോയാൽ 65%. 65%-ന്റെ കൂടെ എക്സ് ശതമാനം കൂട്ടുമ്പോൾ നമുക്ക് 100% കിട്ടണം. 65-ന്റെ കൂടെ എന്തരോ കൂട്ടുമ്പോൾ 100 വരണം. 65 100 ആവണമെങ്കിൽ 75, 85, 95, 35% കൂട്ടണം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 35% വരും. എന്താണ് എക്സ്? കാറും ഇല്ല, ബൈക്കും ഇല്ല. അങ്ങനെ എത്ര പേർ? ഓപ്ഷൻ ഡി 35. അപ്പൊ ആ എഴുതിയ സ്റ്റെപ്പ് ഒന്നുകൂടെ. കാറുള്ള 50-ഉം ബൈക്കുള്ള 30-ഉം രണ്ടുമില്ലാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് കോമണായി വരുന്ന 15 കുറയ്ക്കുമ്പോൾ 100 കിട്ടണം. 50-ഉം 30-ഉം 80. 80-ൽ നിന്ന് 15 പോയാൽ 65. 65-ന്റെ കൂടെ എക്സ് കൂട്ടിയാൽ 100. 65-ന്റെ കൂടെ 35 കൂട്ടിയാൽ 100. അപ്പൊ എക്സിന്റെ വില 35 ആണെന്ന് മനസ്സിലാവും. അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 65 35. എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടുമില്ലാത്തവർ. ഓപ്ഷൻ ഡി 35. അടുത്ത്, ഒരു ക്ലാസ്സിലെ 70 കുട്ടികളിൽ 45 പേർ ചായ കുടിക്കും, 20 പേർ കാപ്പി കുടിക്കും, 10 പേർ ചായയും കാപ്പിയും കുടിക്കും. എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവർ എത്ര പേർ? മക്കളെ, ചോദ്യത്തിലെ വ്യത്യാസം എന്തുവാ? മുമ്പത്തെ ചോദ്യം പെർസെൻറ്റേജിൽ വന്നു, ഇവിടെ കറക്റ്റ് എണ്ണം പറഞ്ഞു. മക്കളെ, ഇതാണ് ആ ക്ലാസ് എന്നിരിക്കട്ടെ. പെർസെൻറ്റേജിലായിരുന്നെങ്കിൽ ആ ക്ലാസ് മുഴുവൻ 100% എന്ന് നമ്മൾ എഴുതിയേനെ. കാര്യം മൊത്തം 100 പെർസെൻറ്റേജ്. ഇവിടെ കറക്റ്റ് എണ്ണം പറഞ്ഞു. ആ ക്ലാസ്സിൽ 70 കുട്ടികളുണ്ട്. 100-ന് പകരം 70. പെർസെൻറ്റേജിലാണ്, അവിടെ 100 എഴുതും. എണ്ണമാണ് ടോട്ടൽ എണ്ണം, നമ്മൾ അവിടോട്ട് എഴുതും 70. കാര്യം പെർസെൻറ്റേജ് മൊത്തം 100%. ഇവിടെ മൊത്തം 70 പേരാ. ഇനി എന്ത് പറയുന്നത്? അതില് 45 പേർ ചായ കുടിക്കും, ടീ. ഇനി 20 പേർ കാപ്പി കുടിക്കും, കോഫി. ഇനി 10 പേർ ചായയും കുടിക്കും കാപ്പിയും കുടിക്കും. രണ്ടിൻ്റെ അകത്തും വന്നു. ചായയും കുടിക്കും കാപ്പിയും കുടിക്കും. ചായയും കുടിക്കും കാപ്പിയും കുടിക്കും. എങ്കിൽ ചായയും കാപ്പിയും കുടിക്കാത്തവർ, ഈ വട്ടത്തിലൊന്നും വരാത്തവർ, അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. എഴുതാൻ ബുദ്ധിമുട്ടില്ല. ഇനി അതിന്റെ കൺസെപ്റ്റ് പറ. കൺസെപ്റ്റിലാണ് കാര്യം. ചായ കുടിക്കുന്ന 45-ഉം കാപ്പി കുടിക്കുന്ന 20-ഉം രണ്ടും കുടിക്കാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്ന കോമൺ എപ്പോഴും കുറയ്ക്കാനാണ്. കാര്യം അവൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. രണ്ടിടത്തും വരുന്ന 10 കുറയ്ക്കുമ്പോൾ ആകെ കിട്ടും. രണ്ടിടത്തും വരുന്ന 10 കുറയ്ക്കുമ്പോൾ പെർസെൻറ്റേജിലാണ് 100 കിട്ടും. എണ്ണമാണ് ആകെ ആ എണ്ണമായി 70 കിട്ടും. ഒന്നുകൂടെ, ചായ കുടിക്കുന്ന 45-ഉം കാപ്പി കുടിക്കുന്ന 20-ഉം രണ്ടും കുടിക്കാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് കോമണായി വന്ന 10 കുറയ്ക്കുമ്പോൾ 70. ആകെ 70 കിട്ടും. എണ്ണം 70. 45-ഉം 20-ഉം 65. 65-ൽ നിന്ന് 10 പോയാൽ 55. 55 പ്ലസ് എക്സ് ഈക്വൽ ടു 70. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 55-ൽ നിന്ന് എന്തോ കൂട്ടുമ്പോൾ 70 ആവും. 55, 65, 70. 15 കൂട്ടിയാലാ 70.
അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 15 അല്ലെ? എക്സ് കാണാൻ ഈ 55നെ അവിടോട്ട് വിട്ട് 70 മൈനസ് 55 അപ്പോഴും 15 കിട്ടും. എന്താ എക്സ്? രണ്ടിലും പെടാത്ത, ചായയും കാപ്പിയും കുടിക്കാത്തവർ 15. ഓപ്ഷൻ ബി. ഇത് 2023 ഡിഗ്രി പ്രിലിംസ് ആണ്. ചോദ്യം ഇങ്ങനെയാണ്: among 250 students 110 students like football and 152 students like cricket and 53 students like both football and cricket, how many students like neither football nor cricket? മലയാളത്തിൽ പറഞ്ഞാൽ 250 കുട്ടികളിൽ, അപ്പൊ ഇവിടെ പെർസെൻറ്റേജ് അല്ല എണ്ണമാ, അപ്പൊ മൊത്തം 250 കുട്ടികളുണ്ട്. ആ 250 കുട്ടികളിൽ 110 കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഫുട്ബോൾ 110. മൊത്തം പെർസെൻറ്റേജ് ആയിരുന്നു 100% അവിടെ എഴുതിയേനെ. ഇവിടെ എണ്ണമായതുകൊണ്ട് 250 കുട്ടികളുണ്ട് മൊത്തം. അതിൽ 110 കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടം. ഇനി 152 കുട്ടികൾക്ക് എന്തുവാ? ക്രിക്കറ്റ് ഇഷ്ടമാ. രണ്ടുകൂടെ ചേർത്ത് വരച്ചതിന്റെ കാര്യം എന്തുവാ? ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടുകൂടെ ചേർത്ത് വരച്ചു. ഓക്കെ. ഇനി 53 പേർക്ക് രണ്ടും ഇഷ്ടമാണ്. ഫുട്ബോളും ഇഷ്ടമാണ്, ക്രിക്കറ്റും ഇഷ്ടമാണ്. അപ്പൊ അതെ, ഈ രണ്ടിൻ്റെ അകത്തും വരുന്നുണ്ട്. 53 പേർക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പൊ ഫുട്ബോളും ഇഷ്ടം, ക്രിക്കറ്റും ഇഷ്ടം, രണ്ടിൻ്റെ അകത്തുണ്ട്. ഇനി ഹൗ മെനി സ്റ്റുഡൻസ് ലൈക്ക് നെയ്തർ ഫുട്ബോൾ നോർ ക്രിക്കറ്റ്? ഇവിടെ നിന്ന് വരാനുള്ള ഒറ്റ ചാൻസേ ഉള്ളൂ. ഫുട്ബോളും ഇഷ്ടമല്ലാത്ത, ക്രിക്കറ്റും ഇഷ്ടമല്ലാത്ത എത്ര പേർ? അതായത് ഈ വട്ടത്തിൽ ഒന്നും പെടാത്ത, എന്നാ ഈ 250 ഉണ്ട് താനും. അതായത് ഇവിടെ വരുന്ന രണ്ടിൻ്റെ അകത്തും പെടാത്ത എത്ര പേർ? അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഈ എക്സ് ആണ്, ഫുട്ബോളും അല്ല ക്രിക്കറ്റും അല്ല, അവരെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. നീ ഇതിന്റെ കൺസെപ്റ്റ് പറ മക്കളെ. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന 110ഉം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 152ഉം രണ്ടും ഇഷ്ടമല്ലാത്ത എക്സും കൂടെ കൂട്ടുമ്പോ, പണ്ടത്തെ നമ്മുടെ ചിന്ത 250 വരുമെന്ന്, ഇത്രയും കൂടെ കൂട്ടിയിട്ട് ഈ രണ്ടിടത്തും വരുന്ന, അത് കുറയ്ക്കണം എപ്പോഴും, അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്, ഈ രണ്ടിടത്തും വരുന്ന 53 കുറയ്ക്കുമ്പോ നമുക്ക് 250 കിട്ടണം. പെർസെൻറ്റേജ് ആയിരുന്നു 100 കിട്ടണമെന്ന് എഴുതിയേനെ. ഇപ്പോൾ എണ്ണമായതുകൊണ്ട് 250 കിട്ടണം. പറ. 110ഉം 152ഉം 252. 262. 262ൽ നിന്ന് 53 കുറയ്ക്കുമ്പോൾ 209. 209 പ്ലസ് എക്സ് ആണ് 250 എന്ന് പറയുന്നത്. നീ സിമ്പിൾ ലോജിക്ക് പ്രകാരം ആലോചിച്ച് നോക്ക്. 209ന്റെ കൂടെ എന്തോ കൂട്ടുമ്പോൾ 250 ആവും. 19, 29, 39, 41 കൂട്ടിയാൽ മതി എന്ന് മനസ്സിലാവും. അപ്പൊ എക്സിന്റെ വില 41 ആണെന്ന് അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് കേട്ടു. ഇനി അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, പോട്ടെ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, പോട്ടെ പോട്ടെ പോട്ടെ. അങ്ങനെയാണ് എക്സ് കാണാൻ 250 മൈനസ് 209 നമുക്ക് മനസ്സിലാവും 41. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. സ്റ്റെപ്പ് ഒന്നൂടെ. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന 110ഉം ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 150ഉം രണ്ടും ഇഷ്ടമല്ലാത്ത എക്സ് കൂടെ കൂട്ടിയിട്ട് കോമൺ വന്ന, അവിടെയും ഇവിടെയും വന്ന 53 കുറയ്ക്കുമ്പോൾ 250. ഇത് രണ്ടുകൂടെ കൂട്ടിയ 262. 53 പോയാൽ 209 പ്ലസ് എക്സ് ആണ് 250. 209 എക്സ് കാണാൻ 250 മൈനസ് 209 നമുക്ക് പറയാം 41. സെറ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വ്യത്യസ്തമായ 2 ചോദ്യം ചെയ്യാം. ഐഡിയ ഒക്കെ ഇത് തന്നെ, കൺസെപ്റ്റ് ഒക്കെ ഇത് തന്നെ, വളരെ വ്യത്യസ്തമായ 2 ചോദ്യം. ഒരു ഗ്രാമത്തിലെ 60% ആളുകൾക്ക് കാറുണ്ട്, 30% ആളുകൾക്ക് കാറും ബൈക്കും ഉണ്ട്, 15% ആളുകൾക്ക് കാറും ബൈക്കും ഇല്ല. എങ്കിൽ ആ ഗ്രാമത്തിൽ ബൈക്കുള്ളവർ എത്ര ശതമാനം എന്നതാണ് ചോദ്യം. മക്കളെ, ഇതാണ് ആ ഗ്രാമം. ആ ഗ്രാമം പെർസെൻറ്റേജിൽ ആ ചോദ്യം, ശതമാനത്തിൽ. ആ ഗ്രാമം മുഴുവൻ 100%. ആ ഗ്രാമത്തിൽ 60% ആളുകൾക്ക് മക്കളെ കാറുണ്ട്.
ഇനി 30% ആളുകൾക്ക് കാറും ബൈക്കും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും നോർമലി ഇതുവരെയുള്ള ചോദ്യത്തിൻ്റെ അകത്ത് ബൈക്കുള്ളവർ എത്ര എന്ന് പറയും. പക്ഷെ ഇവിടെ ബൈക്കുള്ളവർ എത്ര ശതമാനമാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്നത് 30% ആളുകൾക്ക് കാറും ബൈക്കും ഉണ്ട്. അപ്പൊ ബൈക്കുള്ളവരും ഉണ്ട്. അതിൽ 30% പേര് കാറിൻ്റെ അകത്തും വരുന്നുണ്ട്, ബൈക്കിൻ്റെ അകത്തും. ബൈക്ക് മൊത്തം എത്ര ആണെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോ പിന്നെന്താ പറയുന്നത്, 15% ആളുകൾക്ക് കാറും ഇല്ല ബൈക്കും ഇല്ല. ദൈവന്മാര് വെളി വരും. എങ്കിൽ ഇവിടുന്ന് ഒരൊറ്റ ചോദ്യമുള്ളൂ, ബൈക്കുള്ളവർ എത്ര എന്നതാണ് ചോദ്യം. ക്ലിയർ ആയോ? ബൈക്കുള്ളവർ എത്ര, ബൈക്കുള്ളവർ മുഴുവൻ എത്ര. ഇപ്പൊ ബൈക്കുള്ളവർ മുഴുവനെ ഞാൻ ബി എന്നോ അല്ലെങ്കിൽ ഞാൻ എക്സ് എന്നോ ഒക്കെ വിളിക്കാം, നിങ്ങളുടെ സൗകര്യം. ഞാൻ ഇപ്പൊ തൽക്കാലം എല്ലാം എക്സ് അല്ല, അതുകൊണ്ട് ഞാൻ എക്സ് ഉപയോഗിച്ചു. ഇനി അതിന്റെ കൺസെപ്റ്റ് പറ. കാറുള്ള 60ഉം ബൈക്കുള്ള എക്സും രണ്ടുമില്ലാത്ത 15 കൂടെ കൂട്ടിയിട്ട് കോമൺ എപ്പോഴും കുറയ്ക്കാനാ. 30 കുറയ്ക്കുമ്പോ 100 വരണം. ഇത്രയേ ഉള്ളൂ. ചില ആളുകൾക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ കിട്ടി. ഇനി എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ. ഇതാണ് ആ ഗ്രാമം. ആ ഗ്രാമം മൊത്തം 100. ആ ഗ്രാമത്തിൽ 60% ആളുകൾക്ക് എന്തുണ്ട്? കാറുണ്ട്. ഇനിയും പറ, 30% ആളുകൾക്ക് കാറും ഉണ്ട് ബൈക്കും ഉണ്ട്. ബൈക്ക് മൊത്തം എത്ര പേരുണ്ടെന്ന് നമുക്കറിയത്തില്ല, ബൈക്ക് മൊത്തം. പക്ഷെ 30% ആളുകൾ കാറിൻ്റെ അകത്തും ഉണ്ട് ബൈക്കിൻ്റെ അകത്തും ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കിക്കോണം, ബൈക്കുള്ളവരും ഉണ്ട്, അതിൽ കാറിൻ്റെ അകത്തും ബൈക്കിൻ്റെ അകത്തും. ബൈക്കുള്ളവർ എത്ര നമുക്ക് അറിയില്ല, പക്ഷെ കാറും ബൈക്കും രണ്ടെണ്ണം ഉള്ളവർ 30. ഈ കോമണായി വന്ന 30. ഇനി 15% ആളുകൾക്ക് കാറും ഇല്ല ബൈക്കും ഇല്ല. അപ്പൊ അവര് വെളിയില്ല. ഇനി അതിന്റെ കൺസെപ്റ്റ് നമ്മളോട് ഇവിടുന്ന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ബൈക്കുള്ളവർ എത്ര ആ ഗ്രാമത്തിൽ. ബൈക്കുള്ളവരെ മൊത്തം നമ്മൾ എക്സ് എന്ന് വിളിച്ചു. കാറുള്ള 60%, പിന്നെ ബൈക്കുള്ള എക്സ് ശതമാനവും, രണ്ടുമില്ലാത്ത 15% കൂട്ടിയിട്ട് കോമൺ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. കോമണായി വന്ന 30% കുറയ്ക്കുമ്പോ നമുക്ക് 100 വരണം. കാര്യം മുഴുവൻ 100% പെർസെൻറ്റേജിലായോണ്ട്. ഒന്നൂടെ, കാറുള്ള 60%, ബൈക്കുള്ള നമുക്കറിയില്ല എക്സ് ശതമാനം കൂടെ കൂട്ടി, ഇനി രണ്ടുമില്ലാത്ത 15% കൂടെ കൂട്ടിയിട്ട് കോമൺ വന്ന 30% കുറയ്ക്കുമ്പോ നമുക്ക് 100% വരണം. 60ഉം 15ഉം എത്രയാ? 75. 75ൽ നിന്നും 30 പോയാ എത്രയാ? 45. 45 പ്ലസ് 45% പ്ലസ് എക്സ് ശതമാനമാണ് 100. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, 45%-ന്റെ കൂടെ എന്തോ ശതമാനം കൂട്ടുമ്പോൾ 100% 45%-ന്റെ കൂടെ 55%, 65%, 75%, 85%, 95. 55% കൂട്ടുമ്പോഴാണ് 100 ആവുക. അപ്പൊ എക്സിന്റെ വില 55%. എക്സ് എന്ന് പറഞ്ഞാൽ ബൈക്കുള്ളവർ 55%. ഇനി ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, പോട്ടെ. എക്സ് ശതമാനം ഈസ് ഈക്വൽ ടു 100% മൈനസ് 45%. ഈ 45 അവിടെ പോയി മൈനസ് ആവും. അപ്പോഴും നമുക്ക് കിട്ടും 55%. ഒരു വട്ടം കൂടെ പടേന്ന്. കാറുള്ള 60%, ബൈക്കുള്ളവർ എത്രന്നറിയില്ല എക്സ് ശതമാനവും, രണ്ടുമില്ലാത്ത 15% കൂട്ടിയിട്ട് രണ്ടിടത്തും വരുന്ന 30 കുറയ്ക്കുമ്പോ 100 കിട്ടണം. 65 പ്ലസ് 15 75. 75ൽ നിന്ന് 30 പോയാൽ 45. 45 പ്ലസ് എക്സ് ആണ് 100. അപ്പൊ എക്സിന്റെ വില കാണാൻ 100 മൈനസ് 45 അല്ലെ 45 55 100. അപ്പൊ എക്സിന്റെ വില നമുക്ക് 55 എന്ന് കിട്ടും. എന്താ എക്സ്? ബൈക്കുള്ളവരായ എക്സ്, അവരുടെ വില നമുക്ക് 55 എന്ന് കിട്ടും. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു ചോദ്യം. ഒരു സ്കൂളിലെ 800 കുട്ടികളിൽ 60% പേർ മലയാളം പത്രം വായിക്കും, 30% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കും.
20% പേർ 2 പത്രവും വായിക്കില്ല എങ്കിൽ 2 പത്രവും വായിക്കുന്നവർ എത്ര പേർ? മക്കളെ, ഈ ചോദ്യത്തിൻ്റെ അകത്ത് പേഴ്സൻറ്റേജും ഉണ്ട്, സംഖ്യയുമുണ്ട്. മനസ്സിലായോ? അതായത് നമ്മളോട് പറയുന്നു ഒരു സ്കൂളിൽ മുഴുവൻ 800 കുട്ടികളുണ്ട്. അതിൽ 60% പേർ മലയാളം പത്രം വായിക്കും, 30% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കും, 20% പേർ രണ്ടും വായിക്കില്ല എങ്കിൽ രണ്ടും വായിക്കുന്നവർ എത്ര ശതമാനമാണെന്നല്ല ചോദിക്കുന്നത്, രണ്ടും വായിക്കുന്നവർ എത്ര പേർ, എത്ര എണ്ണം. അപ്പൊ ഇത് എണ്ണവും പെർസെൻറ്റേജും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുക. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, 800 കുട്ടികളുണ്ട്, ആ 800ന്റെ 60% മലയാളം പത്രം വായിക്കുന്നവരാണെന്ന് കണ്ടെത്തും. 800 × 60/100. ഇനി ആ 800ന്റെ 30% ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവരാണെന്ന് കണ്ടെത്തും. 800 × 30/100. ആ 800ന്റെ 20% രണ്ടും വായിക്കാറില്ല എന്ന് കണ്ടെത്തും. എന്നിട്ട് വെൻ ഡയഗ്രം വരയ്ക്കും. ടോട്ടൽ 800 ആണ്. ഈ കിട്ടുന്നത് മലയാളം പത്രം വായിക്കുന്നവർ, ഇത് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവർ, ഇത് രണ്ടും വായിക്കാത്തവർ. എന്നിട്ട് രണ്ടും വായിക്കുന്നവരുടെ എണ്ണം 800ൽ നിന്ന് മൈനസ് ചെയ്തൊക്കെ കണ്ടുപിടിക്കും. കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം കുറച്ച് കൂടിയ സ്റ്റെപ്പുകളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ക്ലാസ്സിൽ മുഴുവൻ 800 കുട്ടികളും ഉണ്ട്. ഒരു ക്ലാസ് അല്ല, ഒരു സ്കൂളിൽ മുഴുവൻ 800 കുട്ടികളും ഉണ്ട് എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. മക്കളെ, ഒരു സ്കൂളിൽ മുഴുവൻ നമ്മളിത് കംപ്ലീറ്റ് പെർസെൻറ്റേജിലാക്കാൻ പോവുക. 800 ആണ്, അവിടെ നിൽക്കട്ടെ. ഒരു സ്കൂളിൽ മുഴുവൻ 100% കുട്ടികളാണ് എന്നിരിക്കട്ടെ. മുഴുവൻ നമുക്ക് ലാസ്റ്റിൽ മാറ്റാം. ഒരു സ്കൂളിൽ മുഴുവൻ 100% കുട്ടികൾ, അത് 800 അവിടെ നിൽക്കട്ടെ. ആ 100%ത്തിൽ 60% കുട്ടികൾ മലയാളം പത്രം വായിക്കും. പിന്നെ 30% കുട്ടികൾ ഇംഗ്ലീഷ് പത്രം വായിക്കും. ഇനി 20% പേർ, ഈ വട്ടത്തിന്റെ അകത്തെങ്ങുമില്ല, പത്രം വായിക്കാറേ ഇല്ല, അവിടെ ഇല്ല, ഇവിടെ ഇല്ല. 20% പേർ രണ്ടും വായിക്കില്ല. എന്തോ നമ്മളോട് ചോദിച്ചേക്കുന്നത്? 2 പത്രം വായിക്കുന്നവർ അവിടെയുമുള്ള ഇവിടെയുമുള്ള എത്ര ശതമാനമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? 2 പത്രം വായിക്കുന്നവർ X% മക്കളെ, മലയാളം പത്രം വായിക്കുന്ന 60%, പിന്നെ ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന 30%, പിന്നെ 2 പത്രവും വായിക്കാത്ത 20% കൂട്ടിയിട്ട് കോമണായി വന്ന രണ്ടും വായിക്കുന്ന X% കുറയ്ക്കുമ്പോൾ നമുക്ക് 100% കിട്ടും. കാര്യം ക്ലാസ് മുഴുവൻ 100. ഒന്നൂടെ മലയാളം പത്രം വായിക്കുന്ന 60%, ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന 30%, 2 പത്രവും വായിക്കുന്ന 20% കൂട്ടിയിട്ട് കോമണായി വന്ന രണ്ടിടത്തും, അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്, അവിടെയും വായിക്കും ഇവിടെയും വായിക്കും, രണ്ടും വായിക്കുന്ന X% കുറയ്ക്കുമ്പോൾ, കോമൺ എപ്പോഴും കുറയ്ക്കാൻ, നമുക്കാകെയുള്ള 100% കിട്ടും. 60, 30, 90, 90, 20, 110, 110%ത്തിൽ നിന്ന് X% കുറയ്ക്കുമ്പോൾ നമുക്ക് 100% കിട്ടും. 110ൽ നിന്ന് 10%മാണ് 100 എല്ലാവർക്കും അറിയാം. അറിയത്തില്ലേ? 110ൽ നിന്ന് 10% കുറച്ചാൽ 100. അപ്പൊ Xന്റെ വില 100. ഇനി അഥവാ സംശയമുണ്ട്, X% ഈസ് ഈക്വൽ ടു 100% മൈനസ് 110%. അതായത് മൈനസ് X% എന്ന് പറഞ്ഞാൽ 10% മൈനസ്. ഇതോടെ പോയി നമുക്ക് X 10% കിട്ടും. അല്ലേ തന്നെ ഇവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം, 110%ത്തിന്റെ കൂടെ എന്തോ കുറയ്ക്കുമ്പോൾ 100% 10 കുറയ്ക്കുമ്പോൾ. അപ്പൊ X എന്ന് പറയുന്ന സാധനം 10%. എന്താ X? രണ്ടും വായിക്കുന്നവരുടെ ശതമാനമാണ് 10%. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു,
ഇടെ രണ്ടും വായിക്കുന്നവർ എത്ര ശതമാനമുണ്ട് എന്ന് ചോദിച്ചാൽ 10%. പക്ഷെ നമ്മളോട് ഇതല്ല ചോദിച്ചേക്കുന്നേ, രണ്ടും വായിക്കുന്നവർ എത്ര പേർ. മൊത്തം 800 പേരുണ്ട്. ആ 800 പേരിൽ 10% പേർ രണ്ടും വായിക്കും. ഇനി എണ്ണത്തിലേക്ക് മാറ്റാം. 800 പേർ ആകെയുണ്ട്. അതിന്റെ 10% പേർ രണ്ടും വായിക്കും. 800ന്റെ 10% എന്ന് പറഞ്ഞാൽ 80. രണ്ടും വായിക്കുന്നവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 10%. രണ്ടും വായിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ 80. നമുക്ക് പറയാം 80 ഓപ്ഷൻ സി. ചില ആളുകളുടെ മനസ്സിൽ ഇപ്പൊ തോന്നും, എടാ 100% 800 എന്ന് എടുത്തിട്ട് 10% എത്രയാണെന്ന് ക്രോസ് ചെയ്താൽ കിട്ടത്തില്ലേ? കിട്ടും. ഇനിയും ഏതൊരു സംഖ്യയുടെയും 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് എന്നതാ 80. അങ്ങനെ കിട്ടത്തില്ലേ? കിട്ടും. എങ്ങനെ വേണേ ചെയ്യാം. ഇതാ കുറച്ചുകൂടെ എളുപ്പം. എല്ലാത്തിനെയും നമ്പറിലേക്ക് മാറ്റുന്നതിനേക്കാളും നല്ലത് രണ്ടും വായിക്കുന്നവരുടെ ശതമാനം കണ്ടുപിടിച്ച് അതിനെ നമ്മളൊരു എണ്ണത്തിലേക്ക് മാറ്റുക. ഒന്നുകൂടെ, മൊത്തം 800 പേരാ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ലാസ്റ്റിൽ എണ്ണം ആവേണ്ടി അതവിടെ നിൽക്കട്ടെ. മൊത്തം പെർസെൻറ്റേജാ ബാക്കിയല്ല. അപ്പൊ ആ ക്ലാസ് മുഴുവൻ നമ്മൾ മൈൻഡിലെടുത്തു 100%. ആ 100%ത്തിൽ 60% പേർ മലയാളം പത്രം വായിക്കും. പിന്നെ 30% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കും. പിന്നെ 20% പേർ രണ്ടു പത്രവും വായിക്കില്ല. നമുക്ക് രണ്ടു പത്രവും വായിക്കുന്നവരുടെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ആദ്യം രണ്ടു പത്രവും വായിക്കുന്നവരുടെ ശതമാനം കാണാം. രണ്ടു പത്രവും വായിക്കുന്നവരെ നമ്മൾ X% എന്ന് വിളിച്ചു. ഇനി മലയാളം പത്രം വായിക്കുന്ന 60%, ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന 30%, രണ്ടും വായിക്കാത്ത 20% കൂട്ടിയിട്ട് കോമണായി വരുന്ന രണ്ടിടത്തുമുള്ള രണ്ടും വായിക്കുന്ന X% കുറയ്ക്കുമ്പോൾ നമുക്ക് 100% കിട്ടും. 60ഉം 30ഉം 90ആണ്. 90ൽ നിന്ന് 20 കൂട്ടിയ 110%-ത്തിൽ നിന്ന് X% കുറയ്ക്കുമ്പോൾ 100% ആവും. അപ്പൊ X% എന്ന് പറഞ്ഞാൽ 10% മനസ്സിലാവും. കാര്യം 110ൽ നിന്ന് എന്തോ കുറയ്ക്കുമ്പോൾ 100 കിട്ടും. 10 കുറയ്ക്കുമ്പോഴാ. അപ്പൊ X% എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ രണ്ടും വായിക്കുന്നവർ 10%. മക്കളെ, രണ്ടും വായിക്കുന്നവർ എത്ര ശതമാനമുണ്ട് എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചോ 10%. നമ്മളോട് എന്തോ ചോദിച്ചേ? രണ്ടും വായിക്കുന്നവർ എത്ര ആളുകളുണ്ട്? മൊത്തം മക്കളെ 800 ആളുകൾ. അതിന്റെ 10% പേർ രണ്ടും വായിക്കും. 800ന്റെ 10% എന്ന് പറഞ്ഞാൽ 80. 80 പേർ രണ്ടും വായിക്കും. അതായത് ഒന്നുകൂടെ പറയുന്നു, രണ്ടും വായിക്കുന്നവർ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 10%. രണ്ടും വായിക്കുന്നവർ എത്ര പേർ എന്ന് ചോദിച്ചാൽ 80 പേർ. ഓപ്ഷൻ സി 80. അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും വ്യക്തമായി നിങ്ങൾ പഠിച്ചു. കൃത്യമായി ഇതെല്ലാം നോട്ടിൽ എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. ചായ കുടിക്കുന്നവരും കാപ്പി കുടിക്കുന്നവരും രണ്ടും കുടിക്കാത്തവരെയും കൂടെ കൂട്ടിയിട്ട് കോമണായി വരുന്നത് കുറയ്ക്കുമ്പോൾ എപ്പോഴും ആ കോമൺ കുറയ്ക്കാനാണ്. അതിന്റെ കൺസെപ്റ്റും അറിയാം. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് ആകെയുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ 100 കിട്ടും, എണ്ണമാണെ ആ എണ്ണം കിട്ടും. അതുവഴി അങ്ങ് ചെയ്തു പോയാൽ. അപ്പൊ ഇതേപോലെ മറ്റൊരു ക്ലാസ്സിൽ വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.